കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഇനി നീനു പോവുകയാണ്, തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. എനിക്ക് തന്നെ പോയി വാങ്ങണം എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇട്ട് ഡ്രസ്സ് മേലെ അങ്ങോട്ട് ഇറങ്ങിയതാണ്. വീട്ടിലിട്ടുള്ള ഡ്രസ്സിന് പ്രത്യേകിച്ച് വേറെ മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നേരെ മമതയ്ക്ക് എത്തി. മമതയിൽ നിന്ന് ചെന്ന് ഞാനിതവിടെ ഒരുപാട് ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതിൻ്റെ അടുത്തേക്കൊന്നും പോവാതെ നേരെ നട്ട്സ്, അതുപോലെ തന്നെ ഈത്തപ്പഴം, ഈ സംഭവങ്ങളൊക്കെ ആ ഒരു ഏരിയയിലേക്കാണ് പോയത്. അവിടുന്ന് കുറച്ച് ഈത്തപ്പഴം വാങ്ങി, ബദാം വാങ്ങി, അണ്ടിപ്പരിപ്പ് വാങ്ങി, പിന്നെ കുറച്ച് വാൾനട്ടും വാങ്ങിയിട്ട് ഈ സംഭവങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞാൻ നേരെ കുറച്ച് ഈ ഒരു കേക്ക് കണ്ടപ്പോൾ ഇത് നീനൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള ഒരു കേക്ക് ഐറ്റംസുകളൊക്കെ, ചീസും അതൊക്കെ ഇട്ടിട്ടുള്ള കേക്ക് ഐറ്റംസുകൾ കുറച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് വാങ്ങി. അതിൻ്റെ ഒപ്പം തന്നെ ക്രീം ബണ്ണും വാങ്ങിയിട്ട്. അപ്പോൾ മമതയിലുള്ള മമത സ്പെഷ്യൽ പിന്നെ എന്താ പറയുക, ഈ ബട്ടർ ബണ്ണുണ്ട്, അത് വാങ്ങാനാണ് ഞാൻ നോക്കിയത്. പക്ഷേ അത് അവിടെ കിട്ടിയില്ല, കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ക്രീം ബണ്ണും കൂടി വാങ്ങിയത്. അപ്പോൾ ഇതിൽ അവിടെ എത്തിയിട്ട് ഒരു ഡ്യൂട്ടിക്കൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോൾ രാത്രി ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു വിശപ്പാട്ടോ. അപ്പോൾ ആ സമയത്ത് പുറത്ത് പോയി വാങ്ങാനോ കഴിക്കാനോ ഒന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ പറയും, എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഇവിടെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമാവൂലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഇനി വിശക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അത് കൊണ്ടേക്കോന്ന് പറഞ്ഞിട്ട് വാങ്ങിയത്. അപ്പോൾ ആ ക്രീം ബണ്ണുള്ളൂ വേണ്ട, അത് വേണ്ടത് ഞാൻ കൊണ്ടുപോകണില്ല, ഏതെങ്കിലും ഒന്ന് മതി എന്ന് പറഞ്ഞിട്ട് അവൾ ബനാന കേക്കാണ് കേട്ടോ കൊണ്ടുപോയത്. പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് പോകുന്നു. എനിക്ക് ഒരുപാട് വണ്ടി, ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ പണികളൊന്നും തീർക്കാതെ പെട്ടെന്ന് ഇറങ്ങിപ്പോയതായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഇവിടെ വന്ന് പിന്നെ ഉച്ചക്കുള്ള കഴിക്കാനുള്ള ഫുഡൊക്കെ വേഗം ഫ്രൈഡ് റൈസും ചിക്കൻ കടായിയൊക്കെ ഉണ്ടാക്കിയിട്ടോ. അതിനൊപ്പം തന്നെ നമ്മൾ ഈ ഒരു നട്ട്സുകളൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് പൊടിച്ച് ഈത്തപ്പഴം കൂട്ടി ഒന്ന് പൊടിച്ചെടുത്ത് ഉണ്ടാക്കിയിട്ട് ഓൾക്ക് നീനിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കട്ടോ. കാരണം അവൾ അങ്ങനെ കഴിക്കൂല. അവൾ നട്ട്സുകളൊന്നും അങ്ങനെ ബദാമൊന്നും അങ്ങനെ കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു സ്നാക്സ് പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൾ കഴിച്ചോളും. അപ്പോൾ ഒരു 4 ദിവസത്തിന് കഴിക്കാനൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി പിന്നെ വേഗം ഒക്കെ ഫുഡൊക്കെ വാരി കൊടുത്തു. ഫ്രൈഡ് റൈസൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഒക്കെ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചതാണ്. അവളൊരു 12 മണിയോടെ ഇറങ്ങി. ഇന്ന് 2 മണിക്കാട്ടോ ഡ്യൂട്ടി. 2 മണിക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഒക്കെ 12 മണിക്ക് ഇറങ്ങിയാൽ മതി. ഒരു 1-1.5 ഒക്കെ ആകുമ്പോൾ അവിടുത്തെ 1.5 മണിക്കൂറാണ് ഇവിടുന്ന് യാത്ര കേട്ടോ. അങ്ങനെയുള്ളത് ഇറങ്ങി. ഇനി എന്താ പറയുക, അവിടെ എത്തിയിട്ട് അവൾ വിളിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.